അസ്സാം വലൈക്കും. അപ്പം എന്നെ കാണാത്തുണ്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, എന്താ ഇപ്പോൾ കടയുടെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലേ, പർച്ചേസിങ് ഒന്നുമില്ലേ, എന്ത് പറ്റി വ്ളോഗൊന്നും കാണുന്നില്ലല്ലോ ഒക്കെ ചോദിച്ചിട്ട് എൻ്റെ കുറച്ച് നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവരോടായിട്ട് ഞാൻ പറയണം, എനിക്ക് ആദ്യം തന്നെ സുഖം ഉണ്ടായിരുന്നില്ല, കുറച്ച് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ ഹെൽത്ത് ഭയങ്കര വീക്കായിരുന്നു. ഹെൽത്ത് വീക്കെന്ന് വെച്ചാൽ നല്ല തലകറക്കം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു തലകറക്കമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പോഴാണ് ഡോക്ടർ സ്കാനിങ്ങിനെ കുറിച്ച് തന്നത്. പിന്നെ കുറച്ച് നാളായിട്ട് ഈ ഷുഗർ ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ ഷുഗറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന നമ്മുടെ കരളിനെയും പിന്നെ കിഡ്നിയൊക്കെ നമുക്ക് നല്ലപോലെ ബാധിക്കും കേട്ടോ. അപ്പം എൻ്റെ ശരിയല്ലാത്ത ഭക്ഷണക്രമവും ഞാൻ രാത്രിയിലൊക്കെ നല്ലപോലെ ഭക്ഷണം കഴിയും. പിന്നെ ആഴ്ചയിൽ എങ്ങനെ പോയാലും ഒരു നാല് ദിവസമെങ്കിലും പുറത്തുനിന്ന് ഈ ഫുഡ് കഴിക്കും. എല്ലാ ദിവസവും എണ്ണ പലഹാരം കഴിക്കും. അപ്പം നല്ലപോലെ വെള്ളം കുടിക്കത്തില്ല, വ്യക്തമായിട്ട് നല്ലപോലെ വ്യായാമം ചെയ്യത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള എൻ്റെ ജീവിതശൈലി എന്നെ ഇന്നൊരു കരൾ രോഗി എന്ന് പറയാൻ പറ്റില്ല, കരളിൽ കൊഴുപ്പടിയുന്ന കരൾ വീക്കം അന്നും പറയാം. അപ്പം എനിക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ എനിക്ക് അറിയായിരുന്നു, ഞാനതിനെ ശ്രദ്ധിക്കാതെ കെയർലെസ് ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നാമത്തെ സ്റ്റേജിൽ നിന്ന് മൂന്നാമത്തെ സ്റ്റേജായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ സ്റ്റേജ് ഞാൻ അറിഞ്ഞതേ ഇല്ല. അപ്പം നാലാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സിറോസിസാണ്. പിന്നെ വരുന്നത് സിറോസിസ്, ക്യാൻസർ, അങ്ങനെയൊക്കെയാണ്. പടച്ചവൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ പടച്ചവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു മൂന്നാമത്തെ സ്റ്റേജിലെങ്കിലും എനിക്ക് അറിയാൻ പറ്റി. അപ്പം ഇപ്പോൾ ഡോക്ടർ വെയിറ്റ് കുറയ്ക്കാനും വ്യായാമം ചെയ്യാനും ഡയറ്റ് എടുത്തേ മതിയാകൂ എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് നല്ലപോലെ മധുരം ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ പൊരിപ്പും ഫാസ്റ്റ് ഫുഡൊക്കെ എനിക്ക് നല്ലപോലെ ഇഷ്ടമാണ്. അതെല്ലാം എനിക്ക് കൊതിയുള്ള ഭക്ഷണങ്ങളെല്ലാം ഞാൻ കുറച്ച് നാളത്തേക്ക് എനിക്ക് മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച് കഴിക്കുമായിരുന്നെങ്കിൽ, ആവശ്യത്തിന് കഴിക്കുമായിരുന്നെങ്കിൽ നമുക്ക് കൊതി തോന്നുമ്പോൾ കഴിക്കാമായിരുന്നു. ഇപ്പോൾ കൊതിച്ചാലും കഴിക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷം. അതുകൊണ്ട് ഫാറ്റി ലിവർ ഉള്ളവരെ വെച്ചുകൊണ്ടിരിക്കാതെ ആദ്യം തന്നെ ഡയറ്റ് എടുക്കാനും അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വ്യായാമം എടുക്കാനും ശ്രദ്ധിക്കുക. എനിക്ക് നല്ലപോലെ ശ്വാസം മുട്ടും വയറുവിരുക്കുമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട് ഇങ്ങനെ അധികരിച്ച് കണ്ടപ്പോൾ, കരളിൻ്റെ പ്രശ്നമുള്ളവർക്കാണ് അങ്ങനെ വരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുകയെന്നുണ്ടെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, കുറേ ദിവസമായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. കുറച്ച് ടെൻഷൻ ഉണ്ടെങ്കിൽ നല്ല ക്ഷീണം വരും, പക്ഷേ ഞാൻ അങ്ങനെ വിചാരിച്ചത്, പക്ഷേ അതായിരുന്നില്ല.